ഞങ്ങളും അവരെ ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ ഫോൺ നമ്പർ ശേഖരിച്ച് ഞങ്ങളും അവരെ ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഒരു പഞ്ചായത്തിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഒയാസിസിന്റെ എഥനോൾ നിർമ്മാണശാല സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിട്ടും അത് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഭരണസമിതിയെയോ അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു തെറ്റ് സെക്രട്ടറിക്ക് സംഭവിച്ചിട്ടുണ്ടോ? അല്ലാതെ ഈ കാര്യങ്ങൾ പറയാതിരിക്കൂ എന്ന നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ പറയാതിരുന്നത്? ആ കാര്യവും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗം ഇപ്പോൾ കൂടുതൽ ക്ലിയർ ആവുകയാണ് ശ്രീമതി രേവതി ബാബു. അതായത് സർക്കാർ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഓൺലൈനായ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്ന് സെക്രട്ടറി തന്നെ സമ്മതിച്ചിട്ടുണ്ട് താങ്കളോട്. ഇപ്പോഴിതാ ഒരു കത്തുകൂടി പുറത്തു വരികയാണ്. അല്ല, അത് ഓൺലൈൻ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനുള്ള കത്താണ്. ഇപ്പോൾ ആ കത്തിലെ സെക്രട്ടറിക്ക് കത്ത് കിട്ടിയത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആ കത്ത് താങ്കളുടെ അറിവിലേക്കായി വായിക്കാം. സെക്രട്ടറി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട്, പൊള്ളാച്ചി റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഈ ഓൺലൈൻ മീറ്റിൽ പങ്കെടുക്കുന്നതിനുള്ള ഗൂഗിൾ മീറ്റ് ലിങ്കും എല്ലാം ഉണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെതാണ്. ആ ഓൺലൈൻ മീറ്റിംഗിൽ സബ്ജക്റ്റായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്: കേരള സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്, ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സെറ്റിംഗ് അപ്പ് എ മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ ENA ഓഫ് 500 kiloliter അറ്റ് വേങ്ങോടി, പാലക്കാട് ഡിസ്ട്രിക്ട്. എന്താണ് വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ മീറ്റിംഗിൽ നാട്ടുകാരുടെ പരാതിയുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ള മറുപടി അല്ല ശ്രീമതി രേവതി ബാബു സെക്രട്ടറി നിങ്ങൾക്ക് തരേണ്ടത്. ഈ യോഗത്തിൽ ഫെബ്രുവരി 26 കഴിഞ്ഞ വർഷം ഫെബ്രുവരി 26 രാവിലെ 10:30 അറ്റൻഡ് ചെയ്ത ഈ യോഗത്തിൽ പെട്ടെന്ന് കയറാൻ പറഞ്ഞതല്ല, കത്തയച്ച് ആവശ്യപ്പെട്ട് മീറ്റിംഗിൽ കയറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒയാസിസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിന്റെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ആ ബോർഡിന്റെ യോഗമാണ്, അല്ലാതെ വ്യവസായ വകുപ്പിന്റെ യോഗം എന്നതിനെ ചുരുക്കി കാണിക്കാൻ കഴിയില്ല. വീഡിയോ കോൺഫറൻസ് ആയിരുന്നു, 10:30 മുതൽ നടക്കുന്നുവെന്ന് നേരത്തെ തന്നെ അറിയിക്കുന്നു. ഇറ്റ് മേ പ്ലീസ് ബി നോട്ടഡ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഒയാസിസ് കൊമേഴ്സ്യൽ റിഗാർഡിംഗ് സെറ്റിംഗ് അപ്പ് എ മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ ഈസ് ഇൻക്ലൂഡഡ് ആസ് ആൻ അജണ്ട ഓഫ് ദ മീറ്റിംഗ്. അതായത് ഈ ഒയാസിസിന്റെ എഥനോൾ നിർമ്മാണശാല സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗമാണ്, ഓൺലൈൻ യോഗമാണ് ഫെബ്രുവരി 26 നടന്നത്. ആ യോഗത്തിൽ എലപ്പുള്ളി പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സെക്രട്ടറി പങ്കെടുത്തു. ദാ നോക്കൂ, ഇപ്പോൾ 1 വർഷമായിരിക്കുകയാണ്. എന്നിട്ടും ഇതേക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ശ്രീമതി രേവതി ബാബു? അത് നിങ്ങൾ സെക്രട്ടറിയോട് തന്നെ ചോദിക്കാമല്ലോ. സെക്രട്ടറി അറിയിക്കാതെ നമ്മൾക്കറിയുമോ? ഇത് ബോർഡ് മീറ്റിങ്ങിൽ വന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാം. പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ബോർഡിൽ വെക്കും, ബോർഡ് ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും. ആ തീരുമാനം സൈറ്റിൽ ഉണ്ടാവും. അതല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്? ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഇത് അറിയണ്ടേ? എന്റെ ചോദ്യം ഇതാണ്. താങ്കളുടെ പഞ്ചായത്തിലെ 6ാം വാർഡിൽ നിർമ്മിക്കാൻ പോകുന്ന ഈ മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്, അതിൽ സ്പിരിറ്റ് ഉൽപാദനമുണ്ട്. അപ്പോൾ ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒയാസിസ് പോലെ ഒരു കമ്പനി അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുന്നു. ആ നിർദ്ദിഷ്ട പ്രദേശത്ത് അവരിതാ ഒരു മൾട്ടി ഫീഡ് യൂണിറ്റ് സ്ഥാപിക്കാൻ പോകുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി അതിന്റെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അജണ്ടയായി ഉൾപ്പെടുത്തിയ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അന്ന് ഈ കത്ത് കിട്ടിയിരിക്കുന്നത് ഫെബ്രുവരി 14 ഈ കത്തിന്റെ ഡേറ്റ് ഫെബ്രുവരി 14. അത് കഴിഞ്ഞ് ഒരിക്കൽ പോലും ഇതേക്കുറിച്ച് പറയുന്നില്ല. ചോദിക്കുമ്പോൾ മാത്രം പണ്ടൊരു യോഗത്തിൽ പങ്കെടുത്തു എന്നല്ലല്ലോ പറയേണ്ടത്. ഒയാസിസിന്റെ അനുമതി സംബന്ധിച്ചുള്ള യോഗത്തിൽ പങ്കെടുത്തു എന്ന് ആ സെക്രട്ടറി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പദവിയിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത് ശ്രീമതി രേവതി ബാബു? ഒയാസിസ് എന്നുള്ള കമ്പനി പോലും ഞാൻ കേൾക്കുന്നത് മാധ്യമങ്ങളിൽ കൂടെയാണ്. ഒയാസിസ് എന്നുള്ള കമ്പനി പോലും ഇത് അവിശ്വസനീയമാണ്. പഞ്ചായത്ത് അറിഞ്ഞില്ല, പഞ്ചായത്ത് സെക്രട്ടറി കാര്യങ്ങൾ അറിയിച്ചില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ഞാൻ ഈ കത്ത് വായിക്കാനുള്ള കാരണം യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഇൻവൈറ്റ് ആണ് ആ കത്തിൽ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കത്ത് വായിച്ചത്. പക്ഷേ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒയാസിസിന്റെ മൾട്ടിഫീഡ് യൂണിറ്റ് എഥനോൾ നിർമ്മാണശാല സംബന്ധിച്ച് തന്നെയാണ് കത്ത്. സെക്രട്ടറി അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ്? സെക്രട്ടറി ആരുടെ ആളാണ്? സെക്രട്ടറി ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഗോൾ പോസ്റ്റിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നത്? പഞ്ചായത്ത് ഇപ്പോൾ പ്രതിസന്ധിയിലായില്ലേ? പഞ്ചായത്തിനെ അറിയിച്ചതാണ്. കൃത്യമായി ഏകജാലക സംവിധാനം വഴി അനുമതി കൊടുക്കുമ്പോൾ കൃത്യമായി അറിയിച്ചതാണ്. സെക്രട്ടറിയോട് നേരിട്ട് ചോദിക്കാം. സെക്രട്ടറിയെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടൊരു സംശയം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓൺലൈൻ മീറ്റിംഗിൽ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഇപ്പം നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അഡ്രസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ മന്ത്രിസഭാ തീരുമാനത്തിൽ എന്തിനാണ് കഞ്ചിക്കോട് ഇങ്ങനെ ഒരു കമ്പനി വരുന്നു എന്ന് മന്ത്രിസഭാ തീരുമാനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്? അതിനാരാണ് സംശയം നമുക്ക് മാറ്റിത്തരിക? പിന്നീടാണല്ലോ എലപ്പുള്ളി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം എവിടെയാണ്
ട്വിസ്റ്റ് നടന്നിട്ടുള്ളത് ഒന്ന് നിങ്ങളെങ്കിലും കണ്ടുപിടിച്ച് പറഞ്ഞു ഉറപ്പായും തരാമോ? നമുക്ക് ഇതിന്റെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ശ്രീമതി രേവതി ബാബുവിനെ പ്രതിസന്ധിയിലാക്കുന്നതിനല്ല. ഇതിൽ സത്യം എന്തെന്നുള്ളത് ജനം അറിയണമല്ലോ. എലപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ ഈ പദ്ധതിക്കായുള്ള നീക്കങ്ങൾ നടന്നു. ഞാൻ പ്രതിസന്ധിയിലാവില്ല, ആക്കാൻ ആര് ശ്രമിച്ചാലും ആവൂല്ല. കാരണം അറിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ നമ്മൾ ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടറി പറയുന്നത് ഫ്രണ്ട് ഓഫീസിൽ പരാതി ഓൺലൈനായിട്ട് ലഭിക്കാതെ ഞാൻ എങ്ങനെയാണ് പരാതി ഉണ്ട് എന്ന് പറയുന്നത്. അതാണ് സെക്രട്ടറി തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത്. സെക്രട്ടറിയോട് ചോദിച്ചത് പരാതി ആരുടെയെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് സെക്രട്ടറി ഒറ്റ വാക്കിൽ പറഞ്ഞത്. പക്ഷേ സെക്രട്ടറി ഒയാസിസിനെ കുറിച്ച് ഇങ്ങനെ ഒരു അല്ല, ഈ ഒരു മീറ്റിംഗിനെ കുറിച്ചുള്ള ഈ ഒരു മീറ്റിംഗ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഫെബ്രുവരി 14-ാം തീയതി വരുന്ന മീറ്റിംഗ് നോട്ടിഫിക്കേഷൻ പ്രധാനപ്പെട്ട ഒരു പദ്ധതി പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് എന്ന് 26-ാം തീയതി ആ യോഗത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ 10:30 മുതലുള്ള യോഗത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ബോധ്യപ്പെടേണ്ടതാണ്. നമ്മളൊരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം മാത്രമല്ലല്ലോ, ചർച്ചയായ വിഷയം എന്താണ്, അതിന്റെ അന്തസത്ത എന്താണ് എന്നതുകൂടി ഒരു സെക്രട്ടറി മനസ്സിലാക്കുമല്ലോ. അപ്പോൾ അക്കാര്യങ്ങൾ കൃത്യമായി താങ്കളുമായി ആശയവിനിമയം നടത്തേണ്ടതല്ലേ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ചയായി. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, അത് പറയാതിരുന്നു എന്ന് തന്നെയല്ലേ ഇപ്പോഴും ശ്രീമതി രേവതി ബാബു പറയുന്നത്? ഒയാസിസിനെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. അതെ, 100%. നമ്മൾ ആ പഞ്ചായത്ത് സെക്രട്ടറിയെ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു തന്നെ തീർച്ചയായും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഈ നീക്കം അത് അറിയേണ്ടത് തന്നെയാണ്. ഞങ്ങൾ അവരെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. പ്രസിഡന്റ് ദയവ് ചെയ്ത് ആ സെക്രട്ടറി ഒന്ന് കാണണം. നമ്മൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മീറ്റിംഗിലാണ് അവർ, പാലക്കാട് ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. എന്തായാലും നമ്മൾ അവരുടെ പ്രതികരണം എടുക്കും. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഈ ഒരു വർഷത്തെ മൗനം അവർ പാലിച്ചു, അത് ആർക്കു വേണ്ടിയാണ്? സർക്കാർ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചു എന്ന് പറയുന്ന വകുപ്പിന്റെ വാദം ശരിയാവുകയാണ്. ഇവിടെ സെക്രട്ടറി ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിലുള്ള എല്ലാ സംഭവങ്ങളും പുറത്തു വരണം, ജനങ്ങൾ അറിയണം. കാരണം പഞ്ചായത്ത് അറിഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളിൽ കൂടെയാണ്. ഈ കമ്പനി ഏത് കമ്പനിയാണെന്ന് അറിഞ്ഞത് മാധ്യമ റിപ്പോർട്ടർമാർ പഞ്ചായത്തിനകത്ത് വന്നപ്പോഴാണ്. ഞാൻ ചോദിച്ച് സെക്രട്ടറി പറയുന്നത് ഒയാസിസ് എന്നുള്ള ആ കമ്പനിയുടെ പേര് കേട്ടപ്പോഴാണ്, ഓ ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു 6 മാസം മുൻപ് എന്ന് സെക്രട്ടറി പറയുകയുണ്ടായത്. അങ്ങനെ കാഷ്വലായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത്. 500 കിലോലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു മൾട്ടിഫീഡ് യൂണിറ്റ് വരുന്നതിനെ അത്രയും ലാഘവത്തോടെ അവിടെ ഒരു തീപ്പെട്ടി കമ്പനി വരുന്നു എന്ന രീതിയിലല്ലല്ലോ അവതരിപ്പിക്കേണ്ടത്. ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു എന്നൊക്കെ ലാഘവത്തോടെ പറയുകയല്ലല്ലോ ആ സെക്രട്ടറി ചെയ്യേണ്ടത്. സെക്രട്ടറി അവിടെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ. നമ്മൾക്ക് എന്തായാലും സുമ എന്ന സെക്രട്ടറിയെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ പുറത്തു വരണം. ഇതിൽ ആരാണ് കള്ളം പറയുന്നത് എന്നത് തെളിയണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നതിന്റെ രേഖ കൂടിയായി ഈ കത്ത് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. വളരെ നന്ദി ശ്രീമതി രേവതി ബാബു. ഈ പ്രതിഷേധം തുടരുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒയാസിസിന്റെ എഥനോൾ പ്ലാന്റ് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ ഒരു യോഗത്തിലാണ് എന്ന് പ്രസിഡന്റ് പറയുന്നു. യോഗം തീരട്ടെ, നമുക്ക് സെക്രട്ടറിയോടും ചോദിക്കാം.